നമസ്കാരം. പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന് വിദേശത്ത് അക്കൗണ്ട് ഉണ്ടെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. എക്സാലോജിക്കിന് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നാണ് ആക്ഷേപം. വീണ വിജയന്റെയും മറ്റൊരാളുടെയും ഉടമസ്ഥതയിലാണ് ഈ അക്കൗണ്ട് എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക്, അതിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. ഈ അക്കൗണ്ടിൻ്റെ ഉടമകൾ, സിഗ്നേറ്ററീസ്, ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ശ്രീ വീണ ടിയും രണ്ടാമത്തെ സിഗ്നേറ്ററി എന്ന് പറയുന്നത് സുനീഷ് എമ്മുമാണ്. ഈ അക്കൗണ്ടിൽ വന്നിട്ടുള്ള കോടാനുകോടികളുടെ പണമിടപാടിൽ ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ചു സംശയിക്കുന്നു. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് PwC ഈ കമ്പനിയിൽ നിന്നും വളരെ വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. വീണ വിജയനെതിരെ ഞെട്ടിക്കുന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇങ്ങനെയൊരു അക്കൗണ്ട് ഉണ്ടോ എന്നും കമ്പനിയിൽ നിന്ന് പണം വന്നിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. വളരെ ഞെട്ടിക്കുന്ന ഒരു ആരോപണമാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനൊരു അക്കൗണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം. സാധാരണ ആരോപണം വന്നാൽ മിണ്ടാറില്ല, സ്ഥിരം പരിപാടിയാണ്. മൗനത്തിന്റെ മാളങ്ങളിൽ ഒളിക്കലാണ് പതിവ്. EDയുടെ അന്വേഷണം ഒരു സ്ഥലത്തും ഇതുവരെ എത്തിയിട്ടില്ല. SFIയുടെ അന്വേഷണം ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. ഒരു കേസിൽ എത്തിയിട്ടില്ല. ഇപ്പൊ അന്വേഷണം നടക്കുകയല്ലേ. ആ അന്വേഷണം കൃത്യമായി അന്വേഷണം നടത്തിയില്ലെങ്കിൽ മറ്റ് നിയമപരമായ കാര്യങ്ങൾ ഞങ്ങൾ തേടും. ലോജിക്കുണ്ടോ ഷോണിന്റെ പരാതിയിൽ? ജിൻഡോ ജോൺ കോൺഗ്രസ്, ശങ്കുട്ടി ദാസ് BJP, അഡ്വക്കേറ്റ് K അനിൽകുമാർ CPIM. ആദ്യം അഡ്വക്കേറ്റ് അനിൽകുമാർ, വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. CPM എന്താണ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്? വല്ലാണ്ട് ഞെട്ടിപ്പോയ സതീശനെ ഏറ്റവും വേഗം ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കുക വേണ്ടത്. നല്ല ചികിത്സയും കൊടുക്കണം. പറഞ്ഞ ആൾക്ക് നല്ല ചികിത്സ കൊടുക്കുകയാണ് നല്ലത്. ഇങ്ങനെ കുറേ പേര് വാലും തുമ്പുമില്ലാതെ എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഉടനെ ഇത് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാൻ കുറേ ആളുകളും ഇത് കേട്ടുകൊണ്ട് കുറേ ആളുകൾ എവിടെയോ അബോധത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്ന് ധരിച്ചു വെക്കും. പിന്നീട് ഇതെല്ലാം കെട്ട നുണകളാണ്, പച്ച നുണകളാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പുതിയ ആരോപണം ഉന്നയിക്കും. ഇതൊരു കൃഷിയാണ്. ഇത് കേരളത്തിൽ നടക്കുന്ന ഒരു വിവാദ വ്യവസായങ്ങളുടെ കൃഷിയാണ്. അതിപ്പോൾ തുടങ്ങിയൊന്നുമല്ല. കമല ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കപ്പെട്ട അല്ലെങ്കിൽ ഇതിനിരയായി തീർന്ന വീണ വിജയൻ്റെ മാതാവ് അവരുടെ പേരിൽ ഇല്ലാത്തൊരു കമ്പനി ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടായത്. അവസാനം ആ വിവാദം എന്തായി എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഉത്തരം പറയാൻ ആളുമില്ല, വാലും തലയും അതിനുമില്ല. അതുപോലെ തന്നെ നിരവധിയായ ആരോപണങ്ങൾ. ഏതാണ്ട് 2 മാസം മുമ്പാണ് ഈ അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇക്കാര്യത്തിൽ തീർത്തും വസ്തുതാ വിരുദ്ധമാണ് എങ്കിൽ, നുണയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് നിയമ നടപടിയുമായി പോകാത്തത്? അല്ല, നിയമ നടപടി എടുക്കേണ്ട ആളുകൾ നിയമ നടപടി എടുത്തോളും, അത് വേറെ കാര്യം. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന CPMൻ്റെ കാര്യമാണ്. വാലും തുമ്പുമില്ലാത്തൊരു കാര്യം ഒരാൾ വന്ന് പറഞ്ഞാൽ, ഒരു വിഡ്ഢി വന്നിരുന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നവർക്ക് നല്ല നാടൻ പത്തലെടുത്ത് നല്ല അടിയാണ് നാട്ടുകാർ കൊടുക്കാറുള്ളത്. പക്ഷേ ഒരു മുഖ്യമന്ത്രിയാകുമ്പോൾ മര്യാദയോടുകൂടി പെരും അല്ലല്ല, നാടൻ തല്ലാണ് സാധാരണഗതിയിൽ നാട്ടുകാർ കൊടുക്കുന്നത്. അത് ഇത്തരം കാര്യങ്ങൾ വാലും തുമ്പുമില്ലാതെ ചുമ്മാ അസഭ്യം പറയാനും അസത്യം പറയാനും കുറേ ആളുകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നാട്ടിൽ നടക്കുന്ന പരിപാടി അതാണ്. അതേസമയം നിങ്ങൾ ചാനലുകളുടെ മുമ്പിൽ കുറേ ആളുകൾ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞയക്കുന്ന റിപ്പോർട്ടർമാർക്ക് നട്ടലില്ല, തൻ്റെ ഇടയില്ല. അയാളെ കൊണ്ട് പറഞ്ഞു വിടേണ്ട എന്നോടാണോ ചോദിക്കേണ്ടത്? എക്സാലോജിക് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ രേഖ ചോദിക്കണം. ആ രേഖ കിട്ടിയിട്ട് പോരായിരുന്നു പത്രസമ്മേളനം? എന്തിനാ പിന്നെ ഇന്ന് തന്നെ ഇങ്ങ് എഴുന്നള്ളിയത്? ആ രേഖയ്ക്കകത്ത് ഈ പറയുന്ന PwCയും അതുപോലെ ലാവലിൻ്റെ ഡെപ്പോസിറ്റിൻ്റെ ആ കണക്കൊന്ന് കാണിച്ചിട്ട് പോരായിരുന്നു പത്രസമ്മേളനം? അപ്പോൾ പച്ചക്കള്ള എഴുന്നള്ളിക്കാൻ ഒരാൾ വന്നിരിക്കുന്നു, ഒരു BJPയുടെ നേതാവ്. ആ കള്ളം പറഞ്ഞാൽ ഉടനെ അത് 1000 തവണ വർദ്ധിപ്പിച്ച് പറയാൻ പ്രതിപക്ഷ നേതാവ് അതിനേക്കാൾ വിഡ്ഢിവേഷം കെട്ടി നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു. ഞെട്ടുന്ന പ്രതിപക്ഷ നേതാവ്. ഈ പ്രതിപക്ഷ നേതാവ് എത്ര തവണ ഇങ്ങനെ ഞെട്ടി മരിച്ചു പോകും? നാണമില്ല. ഇത് കുറേ നാളായില്ലേ കച്ചവടം തുടങ്ങിയിട്ട്?
സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വിദ്വാൻ, ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ പുതുതായിട്ട് BJP വന്ന പുത്തൻകുറ്റുകാരനാണല്ലോ എന്ന് പറഞ്ഞത്. കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന വിദ്വാൻ അന്നൊരിക്കൽ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സ്വർണ്ണക്കള്ളക്കടത്തിന് ബാഗ് വിട്ടുകിട്ടാൻ വിളിച്ചു. അപ്പം തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഞെട്ടി, ചെന്നിത്തല ഇറങ്ങി തിരിച്ചു. ഇന്ന് വരെ ഏതെങ്കിലും ഫോണിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല എന്നാണ് തെളിഞ്ഞത്. നമ്മുടെ നാട്ടിൽ എത്ര പേർക്കറിയാം അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആ കള്ളക്കടത്ത് ബാഗ് വിട്ടുകിട്ടാൻ ആരും വിളിച്ചിട്ടില്ല. ശരി, പഴയ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ പഴയ കാര്യങ്ങളിലേക്ക് പോകാം. പഴയ കാര്യമല്ലെന്ന് ഞാൻ പറയട്ടെ. പഴയ കാര്യം ഈ നാട്ടിൽ പച്ച മലയാളത്തിൽ ആളുകൾക്കെല്ലാം മനസ്സിലായിട്ടും എന്തേ നമ്മുടെ മാധ്യമപ്രവർത്തകർ മര്യാദ കാണിക്കാത്തത്? ശരി, അയാൾ തടഞ്ഞു വെച്ചിട്ട് ചോദിക്കട്ടെ, നിങ്ങൾ അക്കൗണ്ട് തന്നിട്ട് പോയാൽ മതി എന്ന് പറയണ്ടേ? അല്പമെങ്കിലും മര്യാദയുണ്ട്. ഞാൻ പറയുന്ന കാര്യം എന്താണ്? അപ്പൊ തന്നെ ബ്രേക്കിംഗ് ന്യൂസാണ്. മുഖ്യമന്ത്രി കൊള്ളക്കാരൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്താ ബ്രേക്കിംഗ് ന്യൂസ്? മുഖ്യമന്ത്രി കൊള്ളക്കാരൻ. മുഖ്യമന്ത്രിയുടെ വീണ വിജയന്റെ പടം വെച്ചിട്ട് മുഖ്യമന്ത്രി കൊള്ളക്കാരൻ. ഉടനെ അതിന്റെ കാർഡ് ഉണ്ടാക്കിയിട്ട് ലക്ഷക്കണക്കിന് ഇവിടുത്തെ വാട്സപ്പുകളിലെല്ലാം പ്രചരിക്കുകയാണ്. ഷോൺ ജോർജ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, മുഖ്യമന്ത്രി പോകാൻ പോകുന്നു. പ്രതിപക്ഷ നേതാവ് ഞെട്ടി, ഉടനെ അതിൻ്റെ സാധനം പോവാണ്. ഇതെല്ലാം ഇങ്ങനെ പെരുമഴ പോലെ വന്നിട്ട് ഇത് കളവാണെന്ന് പറയുമ്പോൾ പുതിയ കളവുമായിട്ട് ഇറങ്ങും. കളവ് പിടിക്കപ്പെട്ടാൽ ഇവർ പുതിയ കളവ് പറയും. അതുകൊണ്ട് മാധ്യമങ്ങളോടാണ് ഞാൻ പറയുന്നത്, ഇത്തരം ആളുകൾക്ക് അഴിഞ്ഞാട്ടം നടത്താനുള്ള ഇടമായിട്ട് കേരളത്തിന്റെ മാധ്യമ ലോകത്തെ മാറ്റി തീർത്തവർ കളങ്കിതരാണ്. പ്രധാനമായും അഡ്വക്കേറ്റ് അനിൽകുമാർ ആശ്രയിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഞെട്ടലാണ്. പിണറായി വിജയന്റെ മകൾക്കും അവരുടെ കമ്പനിയായ എക്സാലോജിക്കിനുമെതിരെ ഞെട്ടിക്കുന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടോ എന്നും കമ്പനികളിൽ നിന്നും പണം വന്നിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നുള്ളതാണ്. ആരോ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകേണ്ട ആളാണോ പ്രതിപക്ഷ നേതാവ്? ശ്രീ നികേഷ്, ഇത് പ്രതിപക്ഷ നേതാവ് ഞെട്ടിയതിനെ കുറിച്ചിട്ടാണ് അനിൽകുമാറിന് ഇത്ര വലിയ ആശങ്ക. ഈ പിണറായി വിജയൻ കേരളത്തിന്റെ നിയമസഭയിൽ MLA-മാരെയും മന്ത്രിമാരെയും സാമാജികരെ സാക്ഷി നിർത്തി ഒരു പ്രസംഗം നടത്തി. എൻ്റെ ഭാര്യ, അവരുടെ അമ്മ, അവരുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയ കമ്പനി എന്ന് പറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ തൊട്ട് പുറകിൽ ഇരുന്ന് ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഇപ്പോഴത്തെ മന്ത്രി ഒരു ഞെട്ടി. ആ ഞെട്ടലിൽ നിന്ന് അദ്ദേഹം ഇതേവരെ വിമുക്തനായിട്ടുണ്ടോ എന്നുകൂടി LDF-ന്റെ പ്രതിനിധി പറഞ്ഞാൽ നന്നായിരിക്കും. അടുത്ത അദ്ദേഹം പറയുന്നത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ചികിത്സ കൊടുക്കണമെന്നാണ്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഏത് മെഡിക്കൽ കോളേജിലാണ്? വയറ്റിൽ കത്രികയായിട്ട് പോകുന്ന മറ്റ് അവയവം മാറി ശസ്ത്രക്രിയ നടത്തുന്ന മെഡിക്കൽ കോളേജിൽ, വീണ ജോർജിന്റെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നത്. പത്തല് വെട്ടി തല്ലണമെന്ന് നാടൻ പ്രയോഗം. സത്യത്തിൽ കേരളത്തിൽ പത്തല് വെട്ടി തല്ലാൻ നാട്ടുകാർ കാത്തിരിക്കുന്നത് ഈ തിരുട്ട് ഫാമിലിയെയാണ്, ഈ കൊള്ളക്കാരെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഓരോ വാർത്തകളും പുറത്തു വരുമ്പോൾ ആരാണ് തിരുട്ട് ഫാമിലി, ആരാണ് കൊള്ളക്കാർ, അതുകൂടി പറഞ്ഞു പോകും. തല്ലാനിരുന്നേ അല്ല, അതിലെന്താ സംശയമുള്ള? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് പറഞ്ഞിട്ട് ഇത്രയും മണിക്കൂറായിട്ട് ഒരു അഭിപ്രായം തിരിച്ചു പറയാൻ പോലും ശേഷിയും ആർജവും ഇല്ലാത്ത അത്രം മൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അങ്ങനെയാണെങ്കിൽ ജിൻഡോ ജോൺ, ഈ ആക്ഷേപം ഏറ്റെടുക്കുന്നുണ്ടോ UDF കോൺഗ്രസ്? ഈ ആക്ഷേപം UDF-ഉം കോൺഗ്രസും ഏറ്റെടുക്കുന്നുണ്ടോ? അല്ല, ഈ ആക്ഷേപം UDF-ഉം കോൺഗ്രസും ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ളതല്ല. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് പത്രസമ്മേളനം നടത്തുമ്പോൾ അതിൽ സത്യാവസ്ഥ എന്താണെന്ന്, തങ്ങളുടെ ഭാഗം എന്താണെന്ന് വെളിപ്പെടുത്തണം, മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ മകളോട് പറയുമ്പോൾ അതിൽ എന്താ ഒരു കുഴപ്പമുള്ളത്? അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ചോദിക്കാനുള്ള ചോദ്യമാണെന്നേ. ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരിക്കൽ പോലും വീണ തൈക്കണ്ടിയിൽ അവരുടെ അച്ഛന്റെ പാർട്ടിക്ക് ഇത്രത്തോളം നാണക്കേടുണ്ടാക്കിയിട്ട് പോലും സ്വന്തം കമ്പനിയുടെ പേരിൽ വരുന്ന ഈ വാർത്തകളെ കുറിച്ച് ഒരു അഭിപ്രായം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയാതെ ഒളിച്ചു നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ എന്താ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഞാൻ ഈ പരിപാടിക്കില്ല നികേഷെ, ഞാൻ ഈ പരിപാടിക്കില്ല. ഇപ്പൊ നിങ്ങൾ ഈ ചർച്ച കേട്ട ഭാഷയുണ്ട്, ആ ഭാഷയ്ക്കൊന്നും കൂട്ടിരിക്കാൻ എനിക്ക് സൗകര്യപ്പെടുകയില്ല. അത് നിങ്ങൾക്ക് പറ്റിയ ആളുകളാണ്, നിങ്ങളൊക്കെ നടത്തിയാൽ മതി. ഞാൻ ഇതിന് ഈ പറയുന്ന നിലവാരം ഇല്ലാത്തവരോടൊന്നും. ഇവിടെ ജിൻഡോ ജോൺ ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതായത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇത്രയും നേരമായിട്ട് മൗനം അവലംബിക്കുന്നത് എന്താണ്? നികേഷ് സമ്മതിച്ചോ? ഞാനത് വിട്ടുന്നില്ല. നികേഷ് സമ്മതിച്ചോ? ഇപ്പൊ ഈ ഭാഷ സമ്മതിച്ചോ? ഇപ്പൊ ഈ പറഞ്ഞത് സമ്മതിച്ചോ നികേഷ്? ഏതാ ഭാഷ? അങ്ങേര് പറഞ്ഞ ഈ ഭാഷ സമ്മതിച്ചോ? ഈ ചാനലിൽ കൊള്ളാവോ? നിങ്ങൾ കേട്ടില്ലേ? അത് തിരുട്ട് ഫാമിലി എന്ന് പറഞ്ഞാണോ? കേട്ടില്ലേ? അത്
എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ലല്ലല്ല, അതിനുശേഷം പറഞ്ഞു. ഇപ്പം അവസാനം ഒന്ന് കേട്ടു നോക്ക്. ഇങ്ങനെയുള്ളവരുമായിട്ടൊന്നും ചർച്ചയ്ക്ക് ഇരിക്കാൻ സൗകര്യപ്പെടുകയല്ലേ? അങ്ങനൊന്നും കാര്യമില്ലെന്നേ, അങ്ങനെ കേൾക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. അല്ല നോക്കൂ, അങ്ങനെയൊന്നും കേൾക്കേണ്ട കാര്യമില്ല. അതൊന്നും അതിനൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞു തന്നെ പോയിക്കോളൂ. ഞാനത് താങ്കൾ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അങ്ങനെ കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ തിരുത്തുന്നുണ്ട്, പറയൂ. നിങ്ങളെ എന്താ വാക്കെന്താണ്? ഞാനത് ജിൻഡോ ജോണിനോട് തന്നെ ചോദിക്കാം, എന്താ വാക്കെന്താ? അതൊക്കെ അല്ലല്ലോ, ഞാൻ പറയില്ലേ എന്റെ നാക്ക് ചീത്തയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെയാണ് നിങ്ങളുടെ ചാനലിൽ വിളയാട്ടം നടത്തുന്ന ആളുകൾ പറയുന്നതെങ്കിൽ ഞങ്ങളെ ഈ പരിപാടിക്ക് വിളിക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരമല്ലേ? ഇപ്പം SNC ലാവലിനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് എന്തായിരുന്നു? കമല ഇന്റർനാഷണൽ. ഇതാ ഇപ്പോ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഡിഫൻസ് കിട്ടിയിരിക്കുകയാണ്. എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി ദുബായിൽ വേറെ പ്രവർത്തിക്കുന്നുണ്ട്. അത് വീണ വിജയന്റെ കമ്പനി ആക്കി ചിത്രീകരിക്കാനും അതിന് എൻഡോഴ്സ് ചെയ്യാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മുഴുവൻ എപ്പിസോഡ് ഡിഫെൻഡ് ചെയ്യാനുള്ള സ്പേസ് അല്ലേ കിട്ടുന്നത് അഡ്വക്കേറ്റ് അനിൽകുമാർ? അല്ലല്ല, എനിക്ക് ഇവരുടെ സൗജന്യം വേണ്ട, പ്രതിപക്ഷ നേതാവിൻ്റെ സൗജന്യം വേണ്ട, കോൺഗ്രസ്സുകാരുടെ സൗജന്യം വേണ്ട, മാധ്യമങ്ങളുടെ സൗജന്യം വേണ്ട. ഞങ്ങൾ അത്രയാണ് പറയണത്. ഞങ്ങളെക്കുറിച്ച് എന്തും പറയാം രാവിലെ തൊട്ട്. നിങ്ങളുടെ റിപ്പോർട്ടറിൻ്റെ ചാനലിൻ്റെ ആളുകൾ ഈ റിപ്പോർട്ടർക്ക് ചോദിക്കാൻ പോയില്ലെന്ന്. ചോദിക്കാൻ ചെന്നപ്പോൾ ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ ഏതെങ്കിലും ഒരു തെളിവ് അവർ ഹാജരാക്കിയോ? എന്നിട്ട് എന്താ പറയുന്നത്? അതൊക്കെ കൃത്യമായ ആ വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ടറിന്റെ മാധ്യമ പ്രവർത്തകനാണോന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആ സമയത്ത് വാർത്ത വായിക്കുകയായിരുന്നു. കൃത്യമായ രീതിയിൽ ഈ ഷോൺ ജോർജിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു പൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ലഭ്യമാകാവുന്ന വിവരങ്ങളെ അദ്ദേഹത്തിന് തരാൻ കഴിയൂ. ഇനി ഏതെങ്കിലും തരത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് സംബന്ധിച്ച് ഇനി ഞാൻ ആ ബാങ്ക് ഡീറ്റെയിൽസ് തന്നാൽ നിങ്ങളത് അംഗീകരിക്കുമോ എന്നുള്ള മറുചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. നോക്കൂ, അത് ഞാൻ പറയുന്നത് ഇത് വളരെ കൃത്യമായ രീതിയിൽ രാവിലെ വാർത്താ സമ്മേളനം വിളിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിയമ നടപടിയുമായി പോകാം അഡ്വക്കേറ്റ് അനിൽകുമാർ. അതിനാരാണ് തടസ്സപ്പെടുത്തുന്നത്? അതിപ്പോ അല്ല, ഞങ്ങളാരും തടസ്സപ്പെടുത്തിയിട്ടില്ല, നിയമ നടപടി പോകത്തില്ല എന്നാരും പറഞ്ഞിട്ടുമില്ല. ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയാം. ഈ തിരുട്ട് ഫാമിലി എന്ന് പറയുന്ന സോണിയാഗാന്ധിയുടെ കുടുംബമാണ്. സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടാക്കിയ പത്രം വിഴുങ്ങിയ കൂട്ടരാണ് തിരുട്ട് ഫാമിലി. അതിന് പ്രതിയായിട്ട് കോടതിയിൽ പോയി നിൽപ്പുണ്ട് ചില ആളുകൾ. ഇവിടെ ഞങ്ങളാരും പ്രതികളായിട്ടില്ല. അതുകൊണ്ട് തിരുട്ട് ഫാമിലിക്കാരനോട് പറയുകയാണ്, പറയിപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മര്യാദയ്ക്ക് ഇരിക്കണം. ശരി, ശങ്കുട്ടി ദാസിലേക്ക് പോവാണ്. ശങ്കുട്ടി ദാസ്, ഞാൻ പറയട്ടെ, ഞാൻ ശങ്കുട്ടി ദാസ് ബാക്കി പറയാം. പൂർത്തിയാക്കും വേഗം. ബാക്കി പറഞ്ഞിട്ട് ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ഒറ്റ വാക്കേ ഉള്ളൂ. ഇപ്പം ഇവിടെ പറഞ്ഞ പച്ചക്കള്ളം, ഏത് ഈ പറയുന്ന വിദ്വാൻ പൂഞ്ഞാറിലെ ആ നേതാവിൻ്റെ മകൻ പറഞ്ഞ പച്ചക്കള്ളം, അയാൾ ഇതൊക്കെ പറഞ്ഞു കിടക്കുന്ന ആളാണ്. കാനഡയിൽ കമ്പനി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചൂണ്ടയിട്ടതാന്ന് പറഞ്ഞ വിദ്വാനാണ്. ആ വിദ്വാൻ പറയുന്നത് കേട്ട് ഞെട്ടിയ പ്രതിപക്ഷ നേതാവിനോടാണ് ഞാൻ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് 1000 തവണ സതീശനെ വെല്ലുവിളിക്കുന്നു. 1000 സതീശന്മാർ ജനിച്ചാലും ഇതുപോലുള്ള പാഴ് ജന്മങ്ങളെ ഇങ്ങനെ പറയൂ. അല്ലെങ്കിൽ ഞാൻ സതീശനെ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ ആ രേഖ കൊണ്ടുവാ. ഇങ്ങനൊരു അക്കൗണ്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്ത് ഇങ്ങനൊരു കമ്പനിയില്ല. അവർ ഒറ്റയ്ക്ക് നടത്തുന്ന എക്സാലോജിക് എന്ന് പറയുന്ന ബാംഗ്ലൂർ രജിസ്ട്രേഷനുള്ള കമ്പനിക്ക് ഇങ്ങനെ ദുബായിൽ ഒരു സ്ഥാപനമോ അക്കൗണ്ടോ ഇടപാടോ വരവോ ഇല്ല. പക്ഷേ ഞാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ്. സതീശൻ എന്ന് പറയുന്ന ആൾ പ്രതിപക്ഷ നേതാവാണെങ്കിൽ ചുണയുണ്ടെങ്കിൽ ആ ഞെട്ടിയ പ്രതിപക്ഷ നേതാവിനോട് നാളെ രാവിലെ 10 മണിക്ക് രേഖ കൊണ്ടുവരാൻ വെല്ലുവിളിക്കുകയാണ്. പച്ചക്കള്ളം പറഞ്ഞതിന് മാപ്പ് പറയണം പ്രതിപക്ഷ നേതാവ്. ഷോൺ ജോർജൊക്കെ പോട്ടെ, ആനപ്പിണ്ടത്തെ ഞങ്ങൾ പേടിക്കുന്നില്ല, സതീശനെ പേടിക്കുന്നില്ല. അത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ശരി, ശങ്കുട്ടി ദാസ്, ഈ ഷോൺ ജോർജ് ഒരു BJPയുടെ നേതാവോ പ്രവർത്തകനോ ആണല്ലോ. അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ഥാനം നൽകിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. BJPയുടെ അറിവോടുകൂടിയാണോ ഷോൺ ജോർജ് ഈ ആക്ഷേപം ഉന്നയിച്ചത്? നോക്കൂ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, നോക്കൂ, ഈ പരാതി ഷോൺ ജോർജിന് വീണ വിജയനെതിരായി കൊടുത്തിട്ടുള്ള പരാതി അദ്ദേഹം BJPയിൽ വരുന്നതിന് മുൻപേ അദ്ദേഹത്തിനുള്ള പരാതിയാണ്. ഈ പരാതി ഞാൻ മനസ്സിലാക്കുന്നത് 25/9/2023 ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ അദ്ദേഹം ഹർജി ബോധിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം 2024 ജനുവരി 31-ാം തീയതി മാത്രമാണ് BJPയിൽ അംഗത്വം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് BJPയിൽ വരുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം പർസ്യൂ ചെയ്തിരുന്ന ഒരു കേസാണിത്. അദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആദ്യം EDയിൽ കേസ് കൊടുത്തിരുന്നു. അതിനുശേഷം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് പരാതി ജാമ്യമാണല്ലോ ശ്രീ ശങ്കുട്ടി ദാസ്. കേൾക്കുന്നില്ല.
അല്ല, ഇപ്പം താങ്കൾ പറഞ്ഞതേ ഞങ്ങളുടെ അറിവോടുകൂടി അല്ല എന്ന് കൃത്യമായി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ് ഒക്കെ പറഞ്ഞത് അല്ലേ? അല്ല അങ്ങനെയല്ല. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ശ്രീ ഷോൺ ജോർജിനോട് ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് നേതൃത്വത്തിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയിട്ടാണ് അദ്ദേഹം അത് ഉന്നയിച്ചിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ആ കാര്യത്തിൽ എനിക്ക് നേരിട്ട് അറിവില്ലാത്ത കാര്യത്തിൽ ഞാൻ അങ്ങനെ കൺഫേം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. പക്ഷെ ഞാൻ പറയുന്നത് ഈ പരാതി അദ്ദേഹം BJP-യിൽ വരുന്നതിന് മുൻപേയുള്ള പരാതിയാണ്. അദ്ദേഹം 2023 സെപ്റ്റംബർ 25 കൊടുത്തിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ റിട്ടിൽ എന്താ പറയുക, SFIയുടെ അന്വേഷണം ആരംഭിച്ചതായിട്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ഞാൻ ആ സമയത്ത് വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് ആ പോയിന്റ് ഒന്ന് കുറിച്ചിരുന്നു. EDക്ക് 17-ാം തീയതിയും SFIക്ക് 25-ാം തീയതിയുമാണ് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയത് എന്നാണ്. അത് ഇക്കഴിഞ്ഞ 17-ാം തീയതി 25-ാം തീയതി അല്ലേ? അതെ. അത് ഇതിന് ഈ ഘട്ടത്തിൽ വന്നിട്ടുള്ള സംഭവമാണത്. ശങ്കുട്ടിദാസ് ഒരു വ്യക്തത തേടിപ്പോകും. അപ്പോൾ ഈ 17-ാം തീയതി 25-ാം തീയതിയാണ് യഥാക്രമം EDക്കും SFIക്കും പരാതി നൽകിയതെങ്കിൽ BJPയുടെ നേതാവായിരുന്നു കൊണ്ടാണ് അദ്ദേഹം ആ പരാതി നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെ. അപ്പോൾ BJPയുടെ അറിവോട് കൂടിയാണോ ഇയാള് ഈ ഷോൺ ജോർജ് പരാതി നൽകിയിരിക്കുന്നത്? തീർച്ചയായിട്ടും അതെ. BJPയുടെ അറിവോട് കൂടിയാണ്. അതെ തീർച്ചയായിട്ടും അതെ. ഓക്കെ. അപ്പോൾ BJPയുടെ അറിവോടുകൂടി ആണെങ്കിൽ ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് വ്യക്തമാവുകയാണെങ്കിൽ അതിനെന്തെങ്കിലും പ്രായശ്ചിത്തം ഉണ്ടാവുമോ? നോക്കൂ, അതിനാദ്യം ഒരു അന്വേഷണം ആവശ്യമാണല്ലോ. അദ്ദേഹത്തിന്റെ പരാതിയിൽ ആവശ്യപ്പെടുന്നത് എന്താണ്? ഞാൻ അദ്ദേഹത്തിന്റെ റിപ്പറ്റീഷനും അതേപോലെ തന്നെ അദ്ദേഹം SFIക്കും അതേപോലെ തന്നെ EDക്കും കൊടുത്ത പരാതിയുടെ പകർപ്പ് ഞാൻ വായിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, എനിക്ക് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന്, ദുബായിലുള്ള ഒരു സോഴ്സിൽ നിന്നും ഇങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഈ വ്യക്തിയുടെ പേരിൽ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ അക്കൗണ്ടിൽ ഈ പറയുന്ന കേരള സർക്കാരുമായി നിർണായകമായിട്ടുള്ള ബന്ധവും സ്വാധീനവും ഒക്കെ ഉള്ള പല കമ്പനികളിൽ നിന്നും ക്വിഡ് പ്രോക്കോ എന്നുള്ള രീതിയിലുള്ള പണമിടപാടുകൾ ഈ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഈ അക്കൗണ്ടിൽ നിന്ന് അമേരിക്കയിലുള്ള പല ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോ ഇത് അനധികൃതമായി ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾക്കുള്ള കറപ്ഷന്റെ പ്രത്യുപകാരമായിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആണ് ഈ അക്കൗണ്ടിൽ പാർക്ക് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ശ്രീ ശങ്കുട്ടിദാസ്, താങ്കൾ അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളിൽ ഒരാളാണ്. നോക്കൂ, വീണ വിജയൻ്റേത് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നതാണ് വീണ വിജയൻ്റെ കമ്പനി. ഇത് ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പേര് എക്സാലോജിക് കൺസൾട്ടൻസിയാണ്. എക്സാലോജിക് കൺസൾട്ടൻസി ഏതാണെന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഒരു വലിയ കമ്പനിയുടെ പേര് വരും, അവരുടെ വെബ്സൈറ്റും പുറത്തു വരും. അത് താങ്കൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ അടിച്ചു നോക്കാവുന്നതാണ്. അത് ഈ വീണ വിജയനുമായി യാതൊരു തരത്തിലും ബന്ധവുമുള്ളതല്ല എന്ന് മാത്രമല്ല, അതിൻ്റെ മുതലാളിമാരാരാണ് എന്നത് സംബന്ധിച്ച കൃത്യമായ രീതിയിൽ ആ വെബ്സൈറ്റിൽ രേഖയുണ്ട്. പിന്നെ എങ്ങനെയാണത് വീണ വിജയൻ്റേതാവുക? ഇത് ഒരു 4000 കോടി രൂപയുടെ 4500 കോടി രൂപയുടെ ടേൺ ഓവറുള്ള കമ്പനിയാണ്. നവീൻ കുമാർ, സസൂൺ സാദിഖ് എന്നിവരാണ് അതിൻ്റെ മുതലാളിമാർ. 2009 UK ഫോം ചെയ്തിട്ടുള്ള കമ്പനിയാണിത്. ഇപ്പോൾ ദുബായ് മീഡിയ സിറ്റിയിലാണ് ഹെഡ് ഓഫീസ്. 5 ഓഫീസുകളുണ്ട്. ആ 5 ഓഫീസുകളുടെ ഒക്കെ വിവരങ്ങളുണ്ട്. ഇത് വീണ വിജയൻ്റെ കമ്പനിയാണെന്നാണോ സമർത്ഥിക്കുന്നത്? അത് വീണ വിജയന്റെ കമ്പനിയാണെന്ന് ഞാൻ സമർത്ഥിക്കുന്നില്ല. പക്ഷേ ഈ കമ്പനിയുടെ തന്നെ അക്കൗണ്ട് ആണോ മീഡിയ സിറ്റിയിലുള്ള അബുദാബിയുടെ ഈ പറയുന്ന ബാങ്കിലുള്ളതെന്ന് അറിയില്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന അബുദാബിയിലെ കൊമേഴ്ഷ്യൽ ബാങ്കിലെ എന്തെങ്കിലും ഒരു രേഖ വേണ്ടേ? അല്ല, അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു സ്വകാര്യ വ്യക്തിക്ക് അങ്ങനെ മറ്റൊരു വ്യക്തിയുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആ ബാങ്കിൽ നിന്ന് അതാണ് ശ്രീ ശങ്കുട്ടിദാസിയുടെ പ്രശ്നം. നോക്കൂ, ഒരു സ്വകാര്യ വ്യക്തിക്ക് മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പൊതു കാര്യമാണ്. പക്ഷേ ഇവിടെ ശ്രീ ഷോൺ ജോർജ് പറയുന്ന കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് ഇതാണ്. ആ എക്സാലോജിക് കൺസൾട്ടൻസി എന്ന് പറയുന്ന സ്ഥാപനമാണ്. എക്സാലോജിക് കൺസൾട്ടൻസി, കേൾക്കൂ സാറേ, എക്സാലോജിക് കൺസൾട്ടൻസി എന്ന സ്ഥാപനം ഉണ്ടോ എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കുക എന്ന് പറയുന്നത് വളരെ ബേസിക് ആണല്ലോ. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ തന്നെ ഈ കമ്പനി വരികയാണ്. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ദുബായ് മീഡിയ സിറ്റിയുമാണ്. ആ ദുബായ് മീഡിയ സിറ്റി ആസ്ഥാനമാക്കിയിട്ടുള്ള എക്സാലോജിക് കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റും നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ മുതലാളിമാർ വീണ വിജയനല്ല. വീണ വിജയനോ വീണ വിജയൻ്റെ ഒപ്പമുണ്ട് എന്ന് നേരത്തെ ഷോൺ ജോർജ് പറഞ്ഞ ആളുമോ അല്ല. അപ്പോൾ പിന്നെ ഇനി നമ്മൾ ഇല്ലാത്ത രേഖ തരാത്ത അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് പോകേണ്ട കാര്യം എന്തിരിക്കുന്നു?
അല്ല നോക്കൂ, അദ്ദേഹം അവിടെ പറയുന്നത് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട്, അക്കൗണ്ടിന് 2 ജോയിന്റ് ഹോൾഡേഴ്സ് ആണ് ഉള്ളത് എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന്റെ ആരോപണത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം വീണ ടി എന്ന പേരിലും എം സുനീഷ് എന്ന പേരിലും 2 പേര് ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു അക്കൗണ്ട് 2016 മുതൽ 2019 വരെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഇന്ന പേരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അത് നോക്കൂ, ആ ആരോപണം എന്ന് പറയുന്നത് അയാൾ പറയുന്നു, ഷോൺ ജോർജ് എന്ന് പറയുന്ന BJP കാരൻ പറയുന്നു എന്നാണ്. ഒരു രേഖയില്ല. പക്ഷേ ഈ എക്സാലോജിക് കൺസൾട്ടൻസിക്ക് നമുക്ക് രേഖയുണ്ട്. എക്സാലോജിക് കൺസൾട്ടൻസി മീഡിയ LLC എന്ന് ഷോൺ ജോർജ് പറയുന്നുണ്ട്. നമ്മൾ ആ പേര് കൃത്യമായി അടിച്ചു നോക്കുകയാണ്. ദുബായിൽ ഒരേ പേരിലുള്ള 2 കമ്പനി ഉണ്ടാവുമോ? അതും മീഡിയ സിറ്റി പോലുള്ള ഒരു സ്ഥാപനത്തിൽ, സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ ഒരേ പേരുള്ള 2 സ്ഥാപനം ഉണ്ടാവുമോ? ശങ്കുട്ടിദാസിൻ്റെ അറിവ് എന്താണ് അക്കാര്യത്തിൽ? നോക്കൂ, നിയമപരമായിട്ട് എന്താ പറയാ, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അക്കാഡമിക്കലി ഞാൻ പറയുന്നു അങ്ങനെ ഒരേ പേരിൽ 2 കമ്പനികൾ അത് നിയമപരമായും അക്കാഡമിക്കലുമായിട്ടും ഒക്കെ നമ്മൾ എന്തിനാണ് കൂട്ടിയെടുക്കുന്നത്? നമുക്കറിയാമല്ലോ. ഞാൻ അവിടെ ഒരു കമ്പനി നടത്തിയിട്ടുള്ള ആളാണ്. ദുബായ് മീഡിയ സിറ്റിയിൽ ഒരു കമ്പനി നടത്തിയിട്ടുള്ള, ഇതേ റിപ്പോർട്ടർ TV-യുമായി ബന്ധപ്പെട്ട് സബ്സിഡറി നടത്തിയിട്ടുള്ള ആളാണ്. അവിടെ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ വേണമെങ്കിൽ മിനിമം ഇതെന്താണ്, മിനിമം അടിസ്ഥാന യോഗ്യത എന്താണ്? അതേ പേരിൽ വേറൊരു കമ്പനി ഉണ്ടാകാൻ പാടില്ല. അത് സ്വാഭാവികമല്ല. ഇന്ത്യയിൽ സാധിക്കുമോ? അത് പിന്നെ എങ്ങനെയാ UAE-യിൽ സാധിക്കുക? അല്ല നോക്കൂ, ഇവിടെ നമ്മുടെ മുന്നിലുള്ള ആരോപണം ഈ പറയുന്ന എക്സാലോജി കൺസൾട്ടൻസി എന്ന പേരിൽ വീണ ടിയും എം സുനീഷും എന്ന് പറഞ്ഞ 2 പേർ ചേർന്നിട്ട് ഒരു അക്കൗണ്ട് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ 2016 മുതൽ 2019 വരെ ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെയും അതേപോലെ തന്നെ SNC ലാവലിന്റെയും ഒക്കെ പേരിൽ പണം വന്നിട്ടുണ്ട്. ഈ പണം അമേരിക്കയിലെ ബാങ്കുകളിലേക്ക് ലോണ്ടർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ED-യുടെയും SFI-യുടെയും അന്വേഷണം വേണമെന്നാണ് ഇവിടെ പരാതി. അവിടെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ രേഖകൾ ഈ പറയുന്ന ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള IA-യിലോ ED-ക്ക് കൊടുത്തിട്ടുള്ള പരാതിയിലോ SFI-ക്ക് കൊടുത്തിട്ടുള്ള പരാതിയിലോ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ബാങ്കിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല, അക്കൗണ്ട് നമ്പർ പറഞ്ഞിട്ടില്ല. എനിക്ക് ദുബായിലുള്ള വളരെ വിശ്വസ്തമായിട്ടുള്ള കേന്ദ്രത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു കറപ്ഷൻ നടക്കുന്നതായി വിവരം കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. ആ കാര്യത്തിൽ അന്വേഷണം വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട ബഹുമാനപ്പെട്ട ഇവിടെ അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇപ്പോൾ ശ്രീ ശങ്കുട്ടിദാസ്, അതായത് ഷോൺ ജോർജിന്റെ പാർട്ടിയുടെ ഈ പാനലിലെ വക്താവ് ശ്രീ ശങ്കുട്ടിദാസ് പറയുന്നത്, ഷോൺ ജോർജ് ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് വീണ വിജയനും മറ്റൊരാളും സംയുക്തമായി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഷോൺ ജോർജിന്റെ ആരോപണം എന്നുള്ളതാണ്. മറ്റേ എക്സാലോജിക് കൺസൾട്ടൻസി ഒക്കെ വിട്ടു. അല്ല, ഞാൻ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നത്, വീണ വിജയൻ്റെ പേരിൽ ഒരു കമ്പനിയും ദുബൈയിലെ ഈ പറയുന്ന പോലെ പ്രവർത്തിക്കുന്നില്ല. വീണ വിജയൻ മാത്രമല്ല, സനീഷ് എന്ന പേരിലും ഒരു ജോയിൻ്റായിട്ട് ഒരു കമ്പനി പ്രവർത്തിക്കുന്നില്ല. ഇന്ത്യ രാജ്യത്തിന് വെളിയിൽ എക്സാലോജിക് എന്ന് പറയുന്ന കൺസൾട്ടൻസിയോ ഏത് കമ്പനിയും വീണ വിജയൻ്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട നികേഷ് പറഞ്ഞ പോലെ www.exalogic.com എന്നടിച്ചാൽ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധിക്കും ആ ഞെട്ടിയ സതീശനുമൊക്കെ ഈ വിവരം കിട്ടും. ബഹുമാനപ്പെട്ട നികേഷ് പറഞ്ഞ വിവരം കിട്ടും. അപ്പോൾ ഈ ഞെട്ടിയ സതീശൻ്റെ കൂടെ ഞെട്ടാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ നോക്കാൻ പറ്റുന്ന ആരെങ്കിലും ജോലിക്ക് വെക്കണ്ടേ? 10-32 പേർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നല്ലേ? BJP-കാരൻ ഛർദ്ദിക്കുക, പ്രതിപക്ഷ നേതാവ് വാരി വിഴുകുക, എന്നിട്ട് അദ്ദേഹം വീണ്ടും ഛർദ്ദിക്കുക. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. ഞാൻ ഈ ഷോൺ ജോർജിനെ കുറിച്ചൊന്നും വർത്തമാനം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ പേര് തന്നെ പറയാൻ നമുക്ക് വിഷമം വരും. അതുകൊണ്ട് അതൊക്കെ മാലിന്യമാണ്. ഞങ്ങൾ ആ മാലിന്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ BJP-യുടെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അത് കേട്ടിട്ട് അതേപോലെ എടുത്ത് വാരി വിഴുങ്ങി ഛർദ്ദിക്കുന്നൊരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന് അപമാനമല്ലേ? അതുകൊണ്ട് ഞാൻ സതീശനോടാണ് പറയുന്നത്, നിങ്ങൾ ആ ബാങ്കിൻ്റെ രേഖ ഹാജരാക്കുക. ഇനി വേണേ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ ഞങ്ങൾക്കാർക്കും ഒരു കമ്പനി ഇല്ല, ഇവിടുത്തെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഒരാൾക്കും ഒരു കമ്പനി ഇല്ല. എന്തെല്ലാം കള്ളത്തര പറഞ്ഞു. അഡ്വക്കേറ്റ് അനിൽകുമാർ, അവിടെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു രേഖ ഹാജരാക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഇങ്ങനെ ഒരു ആക്ഷേപം കേട്ടപ്പോൾ ഞെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണം. കാരണം ഗുരുതരമായിട്ടുള്ള ആരോപണമാണല്ലോ. മുഖ്യമന്ത്രി ഒരു പബ്ലിക് ഫിഗർ അല്ലേ, ആർക്കും എന്തും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒന്നുകിൽ മുഖ്യമന്ത്രി കേസ് കൊടുക്കണം, അല്ലെങ്കിൽ മറുപടി പറയണം. മുഖ്യമന്ത്രി കമല ഇന്റർനാഷണലിന് കേസ് കൊടുത്തിട്ടില്ല. കമല ഇന്റർനാഷണൽ കേസ് കൊടുത്താൽ കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ എത്ര കോടി രൂപ മുഖ്യമന്ത്രിക്ക് കൊടുക്കണം? മുഖ്യമന്ത്രി അങ്ങനെ ഒരു രീതിക്കാരനല്ല. ഇങ്ങനെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുകയും ആ കുടുംബത്തെ ഇപ്പം തിരുട്ടുപാമ്പിൽ എന്ന് വിളിച്ചു. യഥാർത്ഥത്തിൽ തിരുട്ടുപാമ്പിൽ ഏതാണെന്ന് നമുക്കറിയാം. കുഴൽനാടൻ്റെ കേസിനകത്ത് തെളിഞ്ഞ കാര്യം എന്താ?
ഈ 8 കൊല്ലത്തിനിടയ്ക്ക് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഏതൊരു കമ്പനിയെക്കുറിച്ചാണ് ഈ അന്വേഷണമെല്ലാം നടക്കുന്നത്, ആ കമ്പനി അവർക്ക് അനുകൂലമായി കേരള സർക്കാർ ഒരു തെറ്റായ കാര്യം ചെയ്തു കൊടുത്തിട്ടില്ല. ഇനി തിരിച്ച് ഞാൻ ഈ ചാനലിൽ 1000 തവണ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ്. ഈ 8 കൊല്ലത്തിനിടയ്ക്ക് പിണറായി വിജയൻ്റെ സർക്കാർ ഏതെങ്കിലും ഒരാൾക്ക് വഴിവിട്ട് ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പറയാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ കോടതി കൊണ്ട് കേസ് കൊടുക്കാൻ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചാണ് വെല്ലുവിളിക്കുന്നത്. പിന്നെ ഞങ്ങളെ അപമാനിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം ചെണ്ട കെട്ടി പറയാൻ കുറേ ബിരുദന്മാരും, അത് കേട്ടാലുടനെ ഞെട്ടാൻ കുറേ പൊട്ടന്മാരും, പിന്നെ ഇതെല്ലാം അച്ചടിച്ച് കൊടുക്കാൻ കുറേ മാധ്യമങ്ങളും, ഇതെല്ലാം കേട്ട് വല്ലാതെ കോലാഹലം ഉണ്ടാക്കുന്ന കുറേ പത്രക്കാരും ചാനലുകളും ഒക്കെ കൂടി ഇടതുപക്ഷ വിരുദ്ധ അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഒരു കേരളത്തിനകത്ത് നാളെ ഇതെല്ലാം വേറൊന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്കൊരു പാടുമില്ല. അങ്ങനെ ബോധ്യപ്പെടുത്തുകൊണ്ടാണല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കേരളത്തിൽ LDF-നെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നത് വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ. പ്രതിപക്ഷ നേതാവ് സതീശൻ നമുക്കത് വിശദമായി ചർച്ച ചെയ്യാം. ആരോപണങ്ങളെല്ലാം പൊളിയുകയാണോ അതോ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളിലൊക്കെ കഴമ്പുണ്ടോ എന്നുള്ളത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ജിൻഡോ ജോൺ, ഇവിടെ എരിവും പുളിവും ചേർക്കുന്ന ആരോപണങ്ങൾ ഏറ്റുപിടിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, നേരത്തെ തന്നെ ഖുറാനിൽ സ്വർണം കടത്തി, ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തി, ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി, ഷാർജ സുൽത്താൻ്റെ ഭാര്യയ്ക്ക് സ്വർണം കൊടുത്തു തുടങ്ങി നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതൊക്കെ ആ ഘട്ടത്തിൽ പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുള്ളതാണ്. പിന്നീട് ഇത് പൊളിയുമ്പോൾ യഥാർത്ഥത്തിലൊരു ശരിയായ ആരോപണം വന്നാൽ പോലും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമോ? ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽകുമാർ പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഞെട്ടിയതിലാണ് വിഷയം, അല്ലാതെ ഒരു ഷോൺ ജോർജ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതിലല്ല എന്നാണ്. പ്രതിപക്ഷ നേതാവിന് സംസ്ഥാന ഖജനാവിൽ നിന്ന് 28 പേരുടെ സേവനം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ ഇത്തരം വിവരങ്ങൾ എടുക്കാൻ സഹായിക്കാൻ. അതൊന്നും തേടാതെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളൊന്നും നിർവഹിക്കാതെ ഇങ്ങനെ ആക്ഷേപങ്ങൾക്ക് മൂളാമോ? ശ്രീ നികേഷ്, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞങ്ങളൊക്കെ ഈ ചർച്ചയ്ക്ക് വരുന്നത് നിങ്ങൾ ക്ഷണിച്ചിട്ടാണ്. നമ്മളൊരു പരസ്പര ബഹുമാനത്തോടും മാന്യതയോടും കൂടി പെരുമാറേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അനിൽകുമാർ 3 പ്രാവശ്യം അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരാ, ഞങ്ങൾക്കും തത്തുല്യമായിട്ട് സംസാരിക്കാനുള്ള അവസരം താങ്കൾ തരണം. ഈ ചർച്ചയിൽ ഞാൻ ഇത്രയും സമയത്തിനിടയ്ക്ക് എത്ര സമയം സംസാരിച്ചു എന്ന് താങ്കളൊന്ന് പരിശോധിക്കുന്നതല്ല. താങ്കളൊരു വലിയ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. സ്വാഭാവികമായിട്ട് അനിൽകുമാറിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പറയാനുള്ളതും കൂടി നിങ്ങളുടെ ചാനലിലൂടെ കേൾപ്പിക്കാനായിട്ടാണ് ഞങ്ങളെ നിങ്ങൾ വിളിച്ചിരിക്കുന്നതും ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അത് താങ്കൾ ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വ്യക്തത പറയാം. അതായത് ഇത് പറഞ്ഞങ്ങ് പോയാൽ ഇനി അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കരുത്. ഓരോ വിഷയത്തിലും ഓരോരുത്തരുടെ ഡിഫൻസിനനുസരിച്ച് ഓരോരുത്തർക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള വിഷയങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ മേലുള്ള ആക്ഷേപമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും താങ്കളെയാണ് ഞാൻ കൂടുതലായി ചോദ്യങ്ങൾ ചോദിക്കുക. അതുപോലെ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരായിട്ടുള്ള ആക്ഷേപമാണ്. അവിടെ സ്വാഭാവികമായും CPM-ൻ്റെ പ്രതിനിധിക്കാണ് കൂടുതൽ അവസരം കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് താങ്കൾ പറയുമ്പോൾ താങ്കളുടെ ഒരു അറിവ് വെച്ച് താങ്കൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ടെലിവിഷൻ ചർച്ചകൾ അങ്ങനെയല്ല ശ്രീ ജിൻഡോ ജോൺ. അതുകൊണ്ട് മാത്രമല്ല, ആകെ 1 മണിക്കൂറുണ്ട്, അതിൻ്റെ 3ആയി ഭാഗിക്കുക, എന്നിട്ട് 3 പേർക്ക് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ 10-15 മിനിറ്റ് സംസാരിക്കുക, അടുത്ത ആൾ. അങ്ങനെ ഒരു ചർച്ച ഉദ്ദേശിക്കുന്നില്ല കേട്ടോ ജിൻഡോ. അല്ല, താങ്കൾ എങ്ങനെ ഉദ്ദേശിച്ചാലും താങ്കൾ എത്ര സമയം ഈ ചർച്ചയിൽ സംസാരിക്കുന്നുണ്ടെന്ന് കൂടി താങ്കൾ ആലോചിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾക്ക് 15 മിനിറ്റ് എനിക്ക് തരണമെന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല. പക്ഷേ CPM പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് കൂടുതൽ അവസരം കൊടുക്കുന്നു എന്ന് പറഞ്ഞതും മറുപടി പറയാൻ അവസരം കൊടുക്കുന്നു പറയുന്നത് ന്യായമാണ്. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ള പോയിന്റ്, പറയാനുള്ള അവസരം താങ്കൾ തരണം. ഇടയ്ക്ക് കയറി താങ്കൾ ഇടപെടുന്നു, അത് കഴിഞ്ഞ് അനിൽകുമാറിലേക്ക് പോകുന്നു. ഞങ്ങൾ എന്താ പറയാൻ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് പറയണ്ടേ? അതാണ് ഞാൻ പറഞ്ഞോളൂ. ആ പറയുന്നതിലൊന്നും തെറ്റില്ല. അതിനിടയിൽ പെട്ടെന്ന് പ്രതികരിക്കേണ്ട വിഷയം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും കണക്ട് ചെയ്യും. അതിപ്പോൾ നേരെ തിരിച്ചാണെങ്കിൽ, ഇപ്പോൾ താങ്കൾ പ്രതിരോധം തീർക്കുന്നതെങ്കിൽ താങ്കൾ പറയുന്നതിൽ ഏതെങ്കിലും തരത്തിൽ മറുഭാഗത്ത് നിന്ന് അപ്പോൾ തന്നെ റിയാക്ഷൻ വേണമെങ്കിൽ അപ്പോഴും എടുക്കും. നോക്കൂ ജിൻഡോ, ഇതിനകത്ത് നിങ്ങൾക്ക് ഉന്നയിക്കാം, നിങ്ങൾക്ക് ഒരു ആരോപണമായിട്ട് ഉന്നയിക്കാം, ഞാൻ അവിടെ നിഷ്പക്ഷമായിട്ടല്ല പ്രവർത്തിക്കുന്നതെന്ന്. പക്ഷേ ഇത്രയും കാലത്തെ എൻ്റെ അനുഭവത്തിനിടയിൽ ഞാൻ സാധാരണഗതിയിൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അവകാശം സ്ഥാപിച്ചു കൊടുക്കാറുണ്ട്. ഇനി എന്നെക്കുറിച്ച് ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ പൊളിറ്റിക്സ് എന്നൊക്കെ നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചോളൂ, അതിലൊന്നും എനിക്ക് തെറ്റില്ല. പക്ഷേ താങ്കളുടെ അറിവാണ് ഈ ടെലിവിഷൻ ചർച്ചയുമായി ബന്ധപ്പെട്ട അവസാനത്തെ അറിവ് എന്ന് ധരിച്ചു വെച്ചേക്കല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി പറഞ്ഞോളൂ. ഇപ്പോൾ തന്നെ ഞാൻ സംസാരിച്ചതിനേക്കാളും കൂടുതൽ താങ്കളാണ് സംസാരിച്ചത്. എൻ്റെ അറിവ് താങ്കളെക്കാൾ കൂടുതലല്ല, എനിക്ക് താങ്കളെക്കാൾ അറിവ് കുറവ് തന്നെയാണ് ഈ മേഖലയിൽ, ഒരു സംശയമില്ല, അത് അംഗീകരിക്കുന്നു. പക്ഷേ എൻ്റെ ഭാഗം പറയാൻ അനുവദിക്കണം, അതൊരു മിനിമം മര്യാദയല്ലേ?
എന്നെ പോലുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അനിൽകുമാർ കുറെ കാര്യങ്ങൾ പറയുന്നത് എന്റെ ആയിക്കോട്ടെ, ഭാഷ, എന്റെ പറഞ്ഞോളൂ, സംസ്കാരം, എന്റെ രീതി മനസ്സിലായി. മോശമാണ്. താങ്കൾ പറഞ്ഞ point എനിക്ക് അതിനേക്കാൾ മനസ്സിലായി. മോശപ്പെട്ട വാക്കുകളിൽ അനിൽകുമാർ തിരിച്ച് പറയും. അതിനേക്കാൾ മോശപ്പെട്ട ഭാഷയിൽ അനിൽകുമാർ അതിനുശേഷം തിരിച്ചു പറഞ്ഞിട്ട് ഒരിക്കൽ പോലും ഞാൻ ഇടപെടുകയോ അദ്ദേഹത്തിന്റെ സംസാരത്തെ തടസ്സപ്പെടുത്തുകയോ ചെയ്തില്ല. അത് എന്റെ ജനാധിപത്യ മര്യാദ, അത് അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട ബാധ്യത എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. 1000 തവണ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്ന അനിൽകുമാർ ഒരിക്കലെങ്കിലും വീണ വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകളോട് ചോദിക്കണം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാർക്ക് എന്ത് രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട്? വീണ വിജയൻ എന്ന് പറഞ്ഞ തികച്ചും വ്യക്തിപരമായിട്ട് ഒരാൾ നടത്തുന്ന ബിസിനസിന്റെ പുറകിൽ നടക്കുന്ന ഇത്തരം കള്ളക്കഥകൾക്ക് ചൂട്ടുപിടിച്ചുകൊണ്ട് കവചം തീർത്തുകൊണ്ട് സംസാരിക്കാൻ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് എന്ത് രാഷ്ട്രീയ ഉത്തരവാദിത്തമുള്ളത് എന്ന് നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ 1000 തവണ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും വീണ വിജയൻ ഒന്ന് വെല്ലുവിളിക്കണം. ഇതുമായി ബന്ധപ്പെട്ട മറുപടി പറയാൻ. അടുത്തത്, ഈ CPM നേതാക്കന്മാർ വീണ വിജയന്റെ ബാല്യക്കാരായി മാറുമ്പോ നിങ്ങൾ പണ്ട് ഒരു എക്സ്റ്റോർഷനെ കുറിച്ച് പറഞ്ഞു. അത് അദാനി അംബാനിയും നടത്തുന്ന ആ എക്സ്റ്റോർഷനാണ് ഇപ്പോൾ CPM നേതാക്കന്മാരും വീണ വിജയനും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിനെതിരെ കേസെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മാനഹാനി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കേസെടുക്കുന്ന കേരളത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന സുരേഷ് 24 മണിക്കൂറിനിടയ്ക്ക് 3 പ്രാവശ്യം അദ്ദേഹത്തിന്റെ മകളെ, ഭാര്യയെ, അദ്ദേഹത്തെ, കുടുംബത്തെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചാൽ പോലും ഒരിക്കൽ പോലും പരാതി നിങ്ങൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഷോണിനെതിരെ നിങ്ങൾക്ക് പരാതിയില്ല. നിങ്ങൾക്കുള്ള പരാതി പ്രതിപക്ഷ നേതാവിന്റെ ഞെട്ടലിനെ കുറിച്ചിട്ടാണ്. കേരളം കണ്ട ഏറ്റവും വലിയ കളവ് നടത്തിയിട്ട് അതിനെക്കുറിച്ച് ഒരു പരാതിയില്ല. ഞെട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഇത്ര പ്രയാസപ്പെടുന്ന എന്തിനാ? ഇവിടെ നിങ്ങൾക്ക് മടിയിൽ കനമില്ല. CPM-ന്റെ നേതാക്കന്മാർക്ക് മടിയിൽ കനമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ആ കേസുകളെ കുറിച്ച് അന്വേഷിക്കാൻ വരുമ്പോൾ തടസ്സ ഹർജിയുമായിട്ട് ഹൈക്കോടതി കയ്യിൽ നിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? കർണാടക തൊട്ട് കേരളത്തിൽ മുഴുവൻ നമ്മൾ കണ്ടില്ലേ? അതുപോലെ തന്നെയാണ് മകളെ കുറിച്ചിട്ടുള്ള ആക്ഷേപം വരുമ്പോൾ അച്ഛൻ പറയുകയാണ് ആ PV ഞാനല്ല എന്ന്. എന്താണ് അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്? മകളെ കുറിച്ചിട്ടുള്ള അഴിമതി ആരോപണം അല്ലെങ്കിൽ മാസപ്പടി ആക്ഷേപം വരുമ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള അച്ഛൻ പറയുന്നു ആ PV ഞാനല്ല എന്ന്. ജിൻഡോ ആവശ്യപ്പെടുന്നത് എന്താണ്? ജിൻഡോ ആവശ്യപ്പെടുന്നത് പിണറായി വിജയൻ എന്ത് ചെയ്യണമെന്നാണ് ജിൻഡോ ആവശ്യപ്പെടുന്നത്? പിണറായി വിജയൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്നു വരുന്ന ഇത്തരം ആക്ഷേപങ്ങളിൽ അദ്ദേഹത്തിന്റെ മറുപടി പറയണം. അദ്ദേഹത്തിന്റെ മകൾ മറുപടി പറയണം. കാരണം നിയമത്തിന്റെ മുന്നിലല്ലേ ജിൻഡോ? നോക്കൂ, ഈ ആക്ഷേപങ്ങൾ മുഴുവൻ നോക്കൂ ഏതൊക്കെ ഏജൻസികൾ, ജിൻഡോ കേൾക്കൂ, ഏതൊക്കെ ഏജൻസികൾ ആദ്യം പിണറായി വിജയന്റെ മകളായിട്ടുള്ള വീണ വിജയനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം അവർ IGST അടച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. IGST സംബന്ധിച്ച് ഒരു പരിശോധന ധനവകുപ്പ് നടത്തി. അതിനുശേഷം പറഞ്ഞു IGST കൂടുതലാണ് അടച്ചത് എന്ന് പറയുന്നു. IGST അടച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുകയാണ് എങ്കിൽ ഞാൻ പരസ്യമായി മാപ്പ് പറയാം എന്നാണ് താങ്കളുടെ പാർട്ടിയുടെ ഒരു MLA ആയിട്ടുള്ള മാത്യു കുഴൽനാടൻ പറഞ്ഞത്. പക്ഷേ മാപ്പൊന്നും പറഞ്ഞില്ല. പിന്നീട് ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണം നടന്നു? അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ SFIO അന്വേഷണം വരുന്നു. ROCയുടെ 2 തരം അന്വേഷണം കഴിഞ്ഞ് SFIOയുടെ അന്വേഷണം വരുന്നു. 2 വിജിലൻസ് കോടതികൾ അന്വേഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നിയമത്തിൻ്റെ മുന്നിലുള്ള കാര്യത്തിനകത്ത് പിന്നെ പബ്ലിക്കായി വന്ന് പറയണമെന്നാണോ ജിൻഡോ ആവശ്യപ്പെടുന്നത്? അല്ല നികേഷ്, അതിലെ IGST-യുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാസപ്പടി വാങ്ങിയ കാലഘട്ടത്തിൽ അതിന് തത്തുല്യമായിട്ടാണ് അടച്ചിട്ടുള്ളത് എന്നുള്ളത് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. രേഖകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ AK ബാലനെ പിന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ കണ്ടില്ല. അന്നൊക്കെ CPM നേതാക്കന്മാർ ഈ IGST-യിലല്ല തുടങ്ങുന്ന നികേഷ് കുമാറെ, തുടങ്ങുന്നത് മാസപ്പടിയിലാണ് തുടങ്ങുന്നത്. അന്നൊക്കെ CPM-ന്റെ നേതാക്കന്മാർ പറഞ്ഞത് വീണ വിജയനെയും അദ്ദേഹത്തെ അവരുടെ കമ്പനിയെയും ഒരിക്കൽ പോലും ഈ പറഞ്ഞ അന്വേഷണ ഏജൻസികൾ കേട്ടിട്ടില്ലെന്ന. 2021 ജനുവരി 29 മുതൽ ബാംഗ്ലൂർ കൂടുതൽ അവസരം കിട്ടുന്നത്. നോക്കൂ, ജിൻഡോയോട് ഞാൻ പറഞ്ഞ ഒരു വിഷയം അത് കയറി പിടിക്കേണ്ടിയിരുന്നില്ല. നോക്കൂ ജിൻഡോ, അല്ലല്ല, പൂർത്തിയാക്കാൻ വേണ്ടി ഇതിൽ തന്നെയാണ് പൂർത്തിയാക്കേണ്ടത്. നോക്കൂ, IGST വിഷയത്തിൽ നോക്കൂ ജിൻഡോ കേൾക്കൂ. ഒറ്റവാദം പൂർത്തിയാക്കട്ടെ. ഒറ്റവാദം പൂർത്തിയാക്കട്ടെ. അങ്ങനെ താങ്കൾ പറഞ്ഞു പോകല്ലേ? 2021 ജനുവരി 29 മുതൽ 8-ാം മാസം 2024 8-ാം മാസം 2-ാം തീയതി വരെ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണ വിജയൻ തടസ്സ ഹർജി കൊടുക്കുന്നത് വരെ 15 പ്രാവശ്യത്തോളം വീണ വിജയനോട് നേരിട്ടും അവരുടെ കമ്പനിയുമായിട്ട് വിവിധ അന്വേഷണ ഏജൻസികൾ കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ട്. വീണ വിജയൻ പോലും ഒരിക്കൽ നേരിട്ട് ഹാജരായിട്ടുണ്ട് 2022 7-ാം മാസം 22-ാം തീയതി. എന്നിട്ടും CPM-ന്റെ നേതാക്കന്മാർ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, ചാനലുകളുടെ മുമ്പിൽ വന്ന് കള്ളം പറഞ്ഞില്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ IGST ഒക്കെ വരുന്നത്. അതൊന്നും നമ്മൾ കാണാതെ പോകല്ലേ? ജിൻഡോ എന്താ പറയുന്നത്? ഞാൻ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. IGST അടച്ചിട്ടുണ്ട് എന്ന് വീണ വിജയൻ തെളിയിച്ചാൽ, എന്നിട്ട് താങ്കളുടെ പാർട്ടിയുടെ MLA ആയിട്ടുള്ള മാത്യു കുഴൽനാടൻ ഇതേപോലെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇരുന്നു കൊണ്ടാണ് വാർത്താലേഖകർ കാണെ
കേരളത്തിലെ ധനകാര്യ വകുപ്പിന് പരാതി അയക്കുന്നത്. ആ ധനകാര്യ വകുപ്പ് അക്കാര്യത്തിലുള്ള അന്വേഷണം നടത്തിയല്ലോ. IGST അടച്ചിട്ടുണ്ട് എന്ന് സംബന്ധിച്ച് ഒരു രേഖ നൽകിയല്ലോ. അതല്ല ശരി എന്ന് പിന്നീട് മാത്യു കുഴൽനാടൻ തെളിയിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. അങ്ങനെ IGST അടച്ചിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ താൻ കേരള സമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. മാപ്പ് പറഞ്ഞോ? അല്ല, അതിലെ നികേഷ് കുമാറെ, അതിന്റെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ സീക്വൻസിനെ തെറ്റിച്ച് പറയില്ലേ. GST സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? 2017 7 മാസം 1 തീയതിയാണ്. വീണ വിജയൻ രജിസ്ട്രേഷൻ എടുക്കുന്നത് എങ്ങനെയാ? ഏത് വർഷമാണ്? 2018 1 മാസം 17 തീയതിയാണ്. എക്സാലോജിക്ക് സ്റ്റാർട്ട് ചെയ്തത് അതിനും 1 വർഷം മുമ്പാണ് അല്ലേ? അപ്പൊ എങ്ങനെയാ സ്റ്റാർട്ട് GST ഇല്ലാത്ത കാലത്ത് തുടങ്ങിയ ഒരു കമ്പനി IGST അടയ്ക്കുന്നത് എങ്ങനെയാ? അന്ന് മേടിച്ച തുകയ്ക്ക് മുൻകാല പ്രാബല്യത്തോടെ ഈ രാജ്യത്ത് അങ്ങനെ GST വരുന്നതിന് മുമ്പ് IGST അടയ്ക്കാൻ അങ്ങനെയുള്ള ചോദ്യങ്ങളില്ല. ആ ഘട്ടത്തിലെ മാത്യു കുഴൽനാടൻ തന്നെ അത് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. GST എന്നാണ് തുടങ്ങിയത്, എക്സാലോജി കമ്പനി എങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ, അതിനുശേഷം GST അടക്കേണ്ട തുക എത്രയാണ്? ചോദ്യങ്ങളുണ്ട് ജിൻഡോ, കേൾക്കൂ. അതിനുശേഷം എത്രയാണ് വീണ വിജയന്റെ എക്സാലോജിക്ക് IGST അടക്കേണ്ടത് എന്ന് സംബന്ധിച്ച് നല്ല കണക്ക് അഭിഭാഷകനായിട്ടുള്ള മാത്യു കുഴൽനാടൻ ഉണ്ട്. മാത്യു കുഴൽനാടൻ അതിൽ തൃപ്തനായതുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ അതിൽ പിന്നീട് തുടർ ചോദ്യങ്ങൾ ഉന്നയിക്കാതിരുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് താങ്കൾ നേരിട്ട് ഉത്തരം പറയുന്നില്ല. മാപ്പ് പറയാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, മാപ്പ് പറഞ്ഞിട്ടില്ല. പിന്നീട് 2 വിജിലൻസ് അന്വേഷണത്തിലേക്ക് എത്തി. ഒന്ന്, ഒരു പ്രോക്സിയെ വെച്ച് വിജിലൻസ് അന്വേഷണം മൂവാറ്റുപുഴ കോടതിയിൽ, 2 തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നേരിട്ട് മാത്യു കുഴൽനാടൻ ആദ്യം ഉന്നയിച്ച ആവശ്യമല്ല അതിൻ്റെ വിധിന്യായം പുറപ്പെടുവിക്കാൻ ഇരിക്കുന്ന ഘട്ടത്തിൽ ഉന്നയിച്ചത്. 2ഉം തള്ളി കോടതി. പിന്നീട് അപ്പീൽ പോകുമെന്ന് പറഞ്ഞു. അപ്പീലിൽ അദ്ദേഹം പോയതായി എൻ്റെ മുന്നിൽ വിവരങ്ങളില്ല. അപ്പോൾ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കില്ലേ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അതിന് താങ്കൾ മറുപടി പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ഇതിൽ പ്രതിപക്ഷത്തിന്റെ ക്രെഡിബിലിറ്റി പോകുന്നതിനെ കുറിച്ചിട്ട് താങ്കൾ വിഷമിക്കേണ്ട കാര്യമില്ല. പ്രതിപക്ഷത്തിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് കൃത്യമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. ഇവിടെ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാതെ കേരളത്തിന്റെ മുമ്പിൽ മൗനത്തിന്റെ മാളത്ത് ഓടിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ മകൾക്ക് എന്തുകൊണ്ടാണ് ഇതിലൊരു അഭിപ്രായം പറയാൻ പറ്റാത്തത്? എത്ര നേതാക്കന്മാരെ CPM-ന്റെ പ്രയാസപ്പെടുന്നത് വീണ വിജയന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇത് മുൻകാലങ്ങളിൽ CPM-ന്റെ നേതാക്കന്മാർക്ക് വേണ്ടി ഇത്തരം സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ മരുമക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മരുമകന്റെ അമ്മയച്ചന് വേണ്ടിയിട്ടോ ഒന്നും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നേതാക്കന്മാരെ ഇറങ്ങി അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് വീണ വിജയന് വേണ്ടിയിട്ട് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഒന്നടങ്കം നിന്ന് പ്രതിരോധം തീർക്കുന്നത്? കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതിൽ പിടിക്കപ്പെട്ടാൽ ഈ സർക്കാരും ഈ പാർട്ടിയും ഒന്നാകെ തകർന്നു പോകുമെന്ന്. ശരി, വ്യക്തമാണ്. ശ്രീ ശങ്കുട്ടിദാസ്, നോക്കൂ, ഈ ആക്ഷേപം എന്തുകൊണ്ട് BJP ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയുന്നു എന്ന് വെച്ചാൽ, ഒന്ന്, ഇതിനകത്ത് എല്ലാ കേസിൻ്റെയും തെളിവുകളുണ്ട് എന്നുള്ളതാണ്. ഈ അക്കൗണ്ടിലേക്ക് SNC ലാവലിൽ നിന്ന് പണം പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിചാരണ കോടതി, ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും പുതിയ സാധനം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ്. ആ പുതിയ സാധനമായിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് ഈ പറയുന്ന ഡോക്യുമെൻ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ എന്ന സംസ്ഥാന മുഖ്യമന്ത്രി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും. പിന്നെ PWCയുടെ കാര്യത്തിനകത്ത്, അതുപോലെ തന്നെ K-ഫോണിൻ്റെയും ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെയും സ്പേസ് പാർക്കിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഇതിനകത്ത് തെളിവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് BJPക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൂടാ? ഹലോ, ചോദ്യം എന്നോടാണോ? അതെ, ശ്രീ ശങ്കുട്ടിദാസ്. നോക്കൂ, ആ കാര്യത്തിൽ ഇപ്പൊ EDക്ക് മുന്നിലും അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് മുന്നിലും ഒരു പരാതിയാണുള്ളത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ മന്ത്രാലയങ്ങളും അതേപോലെ തന്നെ ഏജൻസികളും ഒരു അന്വേഷണം നടത്തുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതയാണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം മാത്രമല്ലേ നമുക്കതിൽ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇങ്ങനെ ഒരു അന്വേഷണം നടത്താൻ സാധിക്കുകയുള്ളൂ. മറന്നുകൊണ്ടാന്ന് വെച്ചിട്ടാണ് ഈ SFIOയ്ക്ക് വിദേശത്തിലെ ഒരു ബാങ്കിലെ കാര്യങ്ങൾ എടുത്ത് അന്വേഷിക്കാനുള്ള അധികാര പരിധിയുണ്ടോ? അതായത് എക്സാലോജിക് എന്ന് പറയുന്ന ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയുടെ ഓഫ് ഷോർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പണം വന്നിട്ടുള്ളതെങ്കിൽ ആ പണം ഇത്തരത്തിൽ റോണ്ടർ ചെയ്യപ്പെടുന്നു എന്നൊരു ആക്ഷേപം വരികയാണെങ്കിൽ ആ കാര്യത്തിൽ SFIOയ്ക്ക് അന്വേഷണത്തിനുള്ള സാധ്യതയുണ്ട്. സെക്ഷൻ 212 പ്രകാരമുള്ള അന്വേഷണത്തിനുള്ള സാധ്യതയുണ്ട്. ഇവിടെ യഥാർത്ഥത്തിലുള്ള ഞാൻ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന വിഷയം, എനിക്ക് ഇത്രയും നേരം സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ചർച്ചയിൽ കയറാനോ കാര്യങ്ങൾ കേൾക്കാനോ സാധിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഞാൻ ആദ്യം മുതലേ പറയുന്നൊരു കാര്യം, ഈ പരാതി
അദ്ദേഹം, അതായത് ഷോൺ ജോർജ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ ആദ്യം മുതലേ ഉന്നയിച്ചു വന്നുള്ളൊരു പരാതിയാണ്. അദ്ദേഹം 2023 സെപ്റ്റംബർ 25 ഇ ഡിക്ക് ആയിക്കോട്ടെ SFIക്ക് ആയിക്കോട്ടെ പരാതി കൊടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ അദ്ദേഹം ഒരു റിട്ട് ഫയൽ ചെയ്തു. ആ റിട്ടിൽ ഈ പറയുന്ന രണ്ട് വിഭാഗങ്ങളെയും, അതായത് SFI കമ്പനി രജിസ്ട്രാറിനെയും SFIയെയും കോടതി നോട്ടീസ് അയച്ചു. അവർ ആ കാര്യത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ കാര്യത്തിൽ അദ്ദേഹം തുടരന്വേഷണം നടത്തിയ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇതിൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുകയുണ്ടായി. അവിടെയുള്ള വളരെ വിശ്വസ്തമായിട്ടുള്ള കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇത്തരം ചില കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുണ്ടായി. ആ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചുകൊണ്ട് അദ്ദേഹം ഒരു IA ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം ഇ ഡിക്കും അതേപോലെ തന്നെ SFIക്ക് ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇത് പൊളിറ്റിക്കൽ റൂട്ടിൽ വന്നിട്ടുള്ള ഒരു പരാതിയല്ല. പൊളിറ്റിക്കൽ റൂട്ടിൽ വന്ന പരാതിയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു SFIക്കും അല്ലെങ്കിൽ ഇ ഡിക്കും പരാതി കൊടുത്തിട്ട് അത് പത്രസമ്മേളനം നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് നേരിട്ട് ഡൽഹിയിൽ പോയിട്ട് ആഭ്യന്തര മന്ത്രാലയവുമായിട്ട് ആ കാര്യത്തിൽ ചർച്ച നടത്തിയിട്ട് ആ കാര്യത്തിൽ കേസ് എടുപ്പിക്കാമായിരുന്നു. ഇതങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ഇത് അദ്ദേഹം ലീഗൽ റൂട്ടിൽ മൂവ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കപ്പാസിറ്റിയിൽ തന്നെ അദ്ദേഹം മുന്നേ നടത്തി വന്നിരുന്ന ഒരു കേസിന്റെ തുടർച്ചയിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ സ്വാഭാവികമായിട്ടുള്ള അന്വേഷണമാണ് നടക്കേണ്ടത്. ആ അന്വേഷണത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം ശങ്കുട്ടിദാസ്. പക്ഷേ ഒരു ഇടവേള എനിക്ക് ആവശ്യമുണ്ട്. അതായത് ചോദ്യം ഇതാണ്, താങ്കൾക്ക് സ്വാഭാവിക ഉത്തരം കരുതി വെക്കാം. നോക്കൂ, ഈ SFIO അന്വേഷണം തന്നെ വന്നത് കോടതിയിൽ ROC പറഞ്ഞത് ഞങ്ങളുടെ ROCയുടെ അന്വേഷണം മതി എന്നാണ്. പക്ഷേ ROCയുടെ അന്വേഷണം മതി എന്നും SFIയുടെ അന്വേഷണം ആവശ്യമില്ല എന്നും കോടതിയിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് PC ജോർജും ഷോൺ ജോർജും BJP ആസ്ഥാനത്തെത്തി BJPയിൽ ചേർന്നതിന് ശേഷമാണ് പൊടുന്നനെ SFIO അന്വേഷണം വന്നത്. അപ്പോൾ അതിനകത്തൊരു BJP ഞാൻ താങ്കൾക്ക് ഉത്തരം പറയാനുള്ള അവസരമാണ്. ആ സമയത്താണ് BJPയുടെ അക്കാര്യത്തിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് ഇവിടുത്തെ LDF നേതൃത്വം പറഞ്ഞത്. ഇപ്പോൾ ഷോൺ ജോർജിന് ദുബായ് അബുദാബിയിലെ കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഇതുവരെ കേട്ടിട്ടുള്ള എല്ലാ അഴിമതി ഇടപാടുകളുടെയും അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്, പണ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രശ്നം കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി കേരളത്തെ പിടിച്ചുലച്ച എല്ലാ ആരോപണങ്ങളിൽ മേലും തീർപ്പായി കഴിഞ്ഞിരിക്കുന്നു. വേറെ തെളിവൊന്നും ആവശ്യമില്ല. അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഷോൺ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെങ്കിൽ, സാധാരണ ഒരു അഭിഭാഷകനെങ്കിൽ BJP എന്ന പ്രസ്ഥാനത്തിന് അത് ഏറ്റെടുക്കുക, എന്നിട്ട് ഇവിടെ CPMനെ മുച്ചൂടും നശിപ്പിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പക്ഷേ ശങ്കുട്ടിദാസ്, ഞാൻ നേരത്തെ ഉന്നയിച്ച ചോദ്യം താങ്കൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഒറ്റ കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ. സാധാരണഗതിയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ ഞെട്ടണ്ടേ? അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഭാഗത്ത് എപ്പോഴും ഞെട്ടാറുള്ള V. മുരളീധരൻ ഞെട്ടണ്ടേ? ഇതൊന്നുമില്ല. വെറും VD ഞെട്ടാൻ തോന്നുന്ന ഒരു വിവരമാണ് BJPയുടെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് ശ്രീ ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നതെന്നാണോ കരുതേണ്ടത്? നോക്കൂ, അവരോടൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം മാധ്യമങ്ങൾ ആരാഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ആരായുന്ന പക്ഷം അവർ അവരുടെ പ്രതികരണം ആ വിഷയത്തിൽ നടത്തും. നിങ്ങൾ VD സതീശനോട് ചെന്നിട്ടാണ് മൈക്കുമായിട്ട് ചോദ്യം ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ഉത്തരം പറഞ്ഞു. അതേ മട്ടിൽ നിങ്ങൾ V. മുരളീധരനോടോ K. സുരേന്ദ്രനോടോ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ കാര്യത്തിലുള്ള അഭിപ്രായം പറയും. ഏതായാലും എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. നോക്കൂ, ഇത് BJPയിൽ ഷോൺ ജോർജ് ചേർന്നതിന് ശേഷമോ അല്ലെങ്കിൽ PC ജോർജ് ചേർന്നതിന് ശേഷമോ അല്ല ഈ കാര്യത്തിൽ SFIയോട് അന്വേഷണം ഉണ്ടായത്. അത് അങ്ങയുടെ ആ കാര്യത്തിലുള്ള മുൻവിധി ശരിയല്ല. ഈ കാര്യത്തിൽ കർണാടക ഹൈക്കോടതിയിൽ ശ്രീമതി വീണ വിജയൻ ഫയൽ ചെയ്തിട്ടുള്ള അഫിഡവിറ്റിൽ തന്നെ ഈ കേസിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അതിലവർ പറയുന്നു 2021 എനിക്ക് രജിസ്റ്റർ സെക്ഷൻ 206 പ്രകാരമുള്ള നോട്ടീസ് കിട്ടിയിരുന്നു. എന്റെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിയമവിധേയമല്ല എന്ന് കാണിച്ചുകൊണ്ട് ആ കാര്യത്തിൽ വിശദീകരണം ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് നോട്ടീസ് കിട്ടിയിരുന്നു സെക്ഷൻ 206 പ്രകാരം. അതിന്റെ അടിസ്ഥാനത്തിൽ 2021 നവംബർ മാസത്തിൽ എന്റെ കമ്പനിയുടെ ഞങ്ങൾ 2021 ഫെബ്രുവരിയിൽ ആദ്യം ഞങ്ങൾ ഡോക്യുമെന്റ്സ് ഫർണിഷ് ചെയ്തു. ആ ഡോക്യുമെന്റ്സ് തൃപ്തികരമല്ലാതുകൊണ്ട് ഞങ്ങൾക്ക് 2ാമത് സപ്ലിമെന്ററി നോട്ടീസ് കിട്ടി. ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ 2021 നവംബറിൽ എന്താ പറഞ്ഞു വരുന്നത്? ROCയുടെ ഇത്തരത്തിലുള്ള നോട്ടീസുകൾ സർവ്വസാധാരണയാണ്, ഒരു കമ്പനി നടത്തുന്ന എല്ലാവർക്കും അല്ല. അങ്ങനെയല്ല. അതിനുശേഷം വീണ വിജയൻ 2022 ജൂൺ മാസത്തിൽ നേരിട്ട് ഹാജരായി. അതിനുശേഷം 3ാമത് നോട്ടീസ് വന്നു. നിങ്ങൾ നേരിട്ട് ബോധിപ്പിച്ചിട്ടുള്ള വിവരങ്ങളും തൃപ്തികരമല്ല എന്നുണ്ട്. ഇവിടെ പ്രൈമ ഫേസി ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 210 പ്രകാരം ഈ കമ്പനീസ് ആക്ട് പ്രകാരം കുറ്റകരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന 210 പ്രകാരമാണ്. 210 പ്രകാരം ഇവർക്കെതിരെ അന്വേഷിച്ചു. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സീരിയസ് ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പ്രൈമ ഫേസി ബോധ്യപ്പെടുകയും 2023 ജനുവരി മാസത്തിൽ SFIയോട് അന്വേഷണം സെക്ഷൻ 211 പ്രകാരമുള്ള അന്വേഷണം ഉത്തരവാക്കുകയും ചെയ്ത്. ഇതിൽ BJP സർക്കാർ കക്ഷിയാവുന്നേ ഇല്ല. ഇതിൽ ഷോൺ ജോർജ് ഞാൻ കൊടുത്തിട്ടുള്ള പരാതിയിൽ അന്വേഷണം നടക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തു. ഹൈക്കോടതി ഈ പറയുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നോട്ടീസ് കൊടുത്തപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കോടതിയിൽ ഹാജരായിട്ട് അഫിഡവിറ്റ് ബോധിപ്പിച്ചു. ആ അഫിഡവിറ്റിൽ പറഞ്ഞു ഞങ്ങൾ ഇന്ന നടപടികളൊക്കെ ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുണ്ട്. നിലവിൽ 210 പ്രകാരമുള്ള ഒരു അന്വേഷണം ഈ കമ്പനിക്കെതിരെ നടന്നു വരികയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 212 SFIO ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.
ഇത് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള റിട്ടാണ്. അതിനുശേഷമാണ് ഷോൺ ജോർജ് ആവട്ടെ അക്കാര്യത്തില് എന്റെ വാദം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ROC അന്വേഷിക്കേണ്ട വിഷയം മാത്രമേ ഉള്ളൂ, SFIO അന്വേഷിക്കേണ്ടതില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാർ ആ ഘട്ടത്തിൽ നിലപാടെടുത്തിട്ടുള്ളത്. പെട്ടെന്ന് ഒരു ദിവസം മാറി മറിയുകയായിരുന്നു. കോടതിയിൽ ആ വിഷയം പരിഗണിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ SFIO ഞങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് SFIO അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേന്ദ്ര ധനകാര്യ വകുപ്പ് ആരാ ഭരിക്കുന്നത് ശ്രീ ശങ്കുട്ടിദാസ്? കേന്ദ്ര ധനകാര്യ വകുപ്പ് ഭരിക്കുന്നത് BJP ആണ്, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണല്ലോ. അതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങ് പറഞ്ഞ ഈ വാദം ശരിയല്ല. അതായത് ROC അന്വേഷണം മതി എന്നൊരു നിലപാട് ഒരു ഘട്ടത്തിലും കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നില്ല. അത് വീണ വിജയന്റെ കണ്ടൻഷനാണ്. കർണാടക ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ കാര്യത്തിൽ 210 പ്രകാരമുള്ള ROCയുടെ അന്വേഷണം മതി. കൂടുതൽ പോകുന്നില്ല. ശ്രീ അനിൽകുമാർ, നോക്കൂ, ഇത്രയും പറഞ്ഞു കേട്ടതിൽ നിന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് ഈ പ്രതിപക്ഷ ശരങ്ങൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് എന്ന്. ഒരു ശരവും വരാൻ പോകുന്നില്ല. ഒന്ന്, എക്സാലോജിക്കെന്ന് കേട്ട ഉടനെ അത് വീണ വിജയൻ്റെ ആണ്. ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും എക്സാലോജിക്കെന്ന് കേട്ട ഉടനെ അത് വീണ വിജയൻ്റെ ആണെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന മാനസിക രോഗികൾക്കുള്ള നല്ല ചികിത്സയാണ് നമ്മുടെ ഈ മഴക്കാലത്ത് കൊടുക്കേണ്ടത്. അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഇവിടെ ഈ പറയുന്ന വ്യക്തി പറഞ്ഞ ഈ പറയുന്ന എക്സാലോജിക്ക് എന്ന് പറയുന്ന ദുബായിലെ കമ്പനിയോ അങ്ങനെ ഒരു അക്കൗണ്ടോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, ഇവിടെ ബഹുമാനപ്പെട്ട നികേഷ് കുമാർ പറഞ്ഞ പോലെ നവീൻ കുമാറും സാസൂൺ സാദിഖും അവരുടെ പേരവിടെ കിടപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇന്ന് ആരോപണകർത്താവ് ഉന്നയിച്ച ആൾ പറയുന്നത് വീണ വിജയൻ്റെ കൂടെ വേറൊരു പേരൂടുണ്ട്. അങ്ങനെ ഒരു കമ്പനിയുടെ രേഖ അവർ കൊണ്ടുവരട്ടെ. ഒരു രേഖയും കൊണ്ടുവരാനില്ല. അപ്പോൾ പിന്നെ കുറേ പേര് ഞെട്ടാൻ നടക്കുന്നുണ്ട്. സുരേന്ദ്രൻ ഇപ്പം ഞെട്ടാൻ വേണമെങ്കിൽ ചാനലുകാർ ഇന്നലെ ഞെട്ടുള്ളൂ, ഇല്ലെങ്കിൽ പുള്ളിക്ക് ഞെട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് സുരേന്ദ്രൻ ഞെട്ടണ്ട, മുരളീധരൻ ഞെട്ടണ്ട. ഇതൊക്കെ ഏത് രോഗമാണെന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾക്കെല്ലാം നന്നായി മനസ്സിലാകും. അപ്പോൾ രണ്ട് കമ്പനികൾ, രണ്ട് ഉടമസ്ഥന്മാർ, രണ്ട് രാജ്യത്ത് പ്രവർത്തിക്കുന്നു, ഒന്നും തമ്മിൽ പരസ്പര ബന്ധമില്ല. എക്സാലോജിക്കുന്നൊരു അറ്റം മുറി കണ്ടപ്പോൾ അത് വെച്ചിട്ട് കേരളത്തിൽ ഒരു വെടിപൊട്ടിക്കാൻ നിൽക്കുന്നു. കാള പറ്റുന്ന കേട്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് കയറുമെടുത്ത് ഉണ്ടായ കൊച്ച് പശുവാണ് അല്ലെങ്കിൽ അത് കാളയാണ് എന്ന് അപ്പം തന്നെ നോക്കി ഉത്തരം പറയുന്നൊരു പ്രതിപക്ഷ നേതാവും. ഇതാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നു വീണ വിജയനെ ന്യായീകരിക്കാൻ CPM ഇറങ്ങിത്തിരിച്ചു. വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു, ഞാൻ എടുത്തു ചോദിക്കേണ്ടതായിരുന്നു. അതായത് പണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യമൊക്കെ വന്ന സമയത്ത് CPM ഇത്രയും ആവേശം കാണിച്ചിട്ടില്ല. അല്ലല്ല, അങ്ങനല്ല. കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വിഷയം വന്നപ്പോൾ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ അവർ ഉൾപ്പെട്ടിരുന്നു. ഇതോ ആ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ പ്രതിയാണ്. ഞാൻ പറയാം, ഇന്ന് വീണ വിജയൻ പ്രതിയായ ഒരു കേസുമില്ല. അന്വേഷണം ആരൊക്കെയോ നടത്തുന്നുണ്ട്. വീണ വിജയൻ പ്രതിയായ ഒരു കേസുണ്ടോ? വീണാവിജയനെതിരായിട്ടുള്ള ആക്ഷേപമല്ലേ ഇപ്പോ ROC അന്വേഷിച്ചത്, ഇപ്പൊ SFIO അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയട്ടെ, അല്ലല്ല, അന്വേഷണമൊക്കെ ആരും നടത്തട്ടെ. ഞാൻ പറയുന്ന പോയിന്റ് എന്താണ്? കേരള മുഖ്യമന്ത്രിയോ ആ ഗവൺമെന്റോ എന്തെങ്കിലും ഒരു സഹായം ചെയ്തോ? ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ എന്താണ് ഉണ്ടായത്? കേരള സർക്കാർ എന്തെങ്കിലും ചെയ്തു എന്നല്ല, ആ വ്യക്തിയുടെ ഭാഗമായിട്ടുള്ള വിഷയങ്ങളായിട്ടാണ് അവതരിപ്പിച്ചത്. ഇവിടെ വിഷയം അതല്ല. കേരള സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നും അതിന് വീണ വിജയൻ്റെ പേര് ഉപയോഗിക്കുന്നു എന്നുള്ളതാണല്ലോ ആക്ഷേപം. ആക്ഷേപത്തിന് ഞങ്ങളുടെ മറുപടി എന്താണ്? ഈ 8 കൊല്ലത്തിനിടയ്ക്ക് കേരള സർക്കാർ വഴിവിട്ടെന്തെങ്കിലും ചെയ്തോ? ആ ചോദ്യമാണ് ബഹുമാനപ്പെട്ട കോടതി തിരുവനന്തപുരത്ത് കുഴൽനാടൻ കേസ് ചോദിച്ചത്. കുഴൽനാടൻ കേസിൽ കോടതി പരിശോധിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പിണറായി വിജയനെ ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ 8 കൊല്ലത്തിനിടയ്ക്കും ഈ സർക്കാർ ആ കമ്പനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും സഹായം സർക്കാർ ചെയ്തതുകൊണ്ട് മറുപടിയായിട്ട് മറ്റൊരു പണം വീണ വിജയൻ്റെ കമ്പനിക്ക് കിട്ടി എന്ന മാസപ്പടി ആരോപണം കളവാണ്. അങ്ങനത്തെ ആരോപണം നിലനിൽക്കുന്നില്ല. അത് കമ്പനികൾ തമ്മിലുള്ള ബന്ധത്തിലുള്ള കാര്യം മാത്രമാണ് എന്ന CPMന്റെ നിലപാട് ആ കോടതി വിധി ശരിവെച്ചു. ഞാൻ കുഴൽനാടനോട് അപേക്ഷിക്കുന്നു അടിയന്തരമായി ഹൈക്കോടതി പോകണം. അതുപോലെ ബഹുമാനപ്പെട്ട VD സതീശനോട് അപേക്ഷിക്കുന്നു ആ AI ക്യാമറ കേസും അതുപോലെ K-ഫോൺ കേസുമായിട്ട് ഉടനെ ഒന്ന് പൊക്കിയെടുക്കണം. നമുക്ക് കാണാം. നാളെ എന്നല്ല,
ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ചുക്കം ചെയ്യാനില്ല. 1000 തവണ വെല്ലുവിളിക്കുന്നു ഇടതുപക്ഷം. നികേഷേ, ഈ സകല ആരോപണം ഉന്നയിക്കുക അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ, പ്രതിപക്ഷ നേതാക്കന്മാർക്ക് നേതൃത്വം നിൽക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഇത്തരം ചികിത്സ കൊടുക്കണമെന്ന് പറയാൻ AKG സെന്ററിലെ നാട്ടുവൈദ്യനൊന്നുമല്ലല്ലോ ഈ അനിൽകുമാർ. കട്ട പണവുമായിട്ട് വിദേശയാത്ര നടത്തുന്ന ആളുകൾ കട്ടതിനെ കുറിച്ച് കേട്ട് ഞെട്ടിയതിനാണ് കുഴപ്പം. ഇവർക്ക് ഞെട്ടിക്കഴിഞ്ഞാൽ അത് വലിയ തെറ്റാണത്രേ. ആരുടെ പൈസ എന്ത് തെറ്റ്? താങ്കൾ ഈ പറഞ്ഞപ്പോ യന്ത്രം താങ്കളുടെ എല്ലാ ചർച്ചയിലും പറയലോ യന്ത്രം താങ്കളുടെ 14% ഷെയറുള്ള കമ്പനിയിൽ നിന്ന് മാസപ്പടി മുഖ്യമന്ത്രി കട്ട വേണമെന്ന് ഞാൻ ആരുടെ പണം കിട്ടു? KSIDCക്ക് 14% ഷെയറുള്ള കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് കിട്ടിയ കൈക്കൂലി അഴിമതി പണം. മറുപടി ഉണ്ടെങ്കിൽ പറയൂ അനിൽകുമാർ. 30 സെക്കൻഡ് താങ്കൾക്കും. ഞാൻ ഒരു കാര്യം പറയാം. ആ കുഴൽനാടെന്ന് പറയുന്ന മനുഷ്യൻ കോടതി കൊണ്ട് കൊടുത്തിട്ട് തോറ്റു തൊപ്പിയിട്ടത് ഏതാ? മുഖ്യമന്ത്രി അഴിമതി നടത്തിയിട്ടില്ല തെളിഞ്ഞാലും പിന്നെ കട്ടു എന്ന് പറഞ്ഞാൽ ആരുടെ കട്ടു എന്ന് പറയണം. അത് പറയാൻ സഭ്യത അനുവദിക്കുന്നില്ല. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അനിൽകുമാർ നന്ദി സഹകരിച്ചതിന്. ഇനി മീറ്റ്